ഗായ്സ്, നമ്മളിവിടെ വിരുന്നിനുള്ള ഒരുക്കത്തിലാണ്. ഒരു പന്തലതിന് വേണ്ടിയിട്ടാണ്. മേശ ഇതൊക്കെ ഇടാനുണ്ട്. ബാഗൂച്ചി ഇവിടെ നിന്ന് ഇല തുടയ്ക്കുന്നുണ്ട്. ഇത് എനിക്കിവിടെ കിട്ടിയ ടാസ്ക്കാണ്. ഇത് പിന്നെ ഇപ്പോൾ എല്ലാ പിള്ളേരും ഫോണിൽ തന്നെയുള്ളത്. ഇത് എൻ്റെ സ്വന്തം സിസ്റ്ററിൻ്റെ സൽപുത്രനും പിന്നെ കസിൻ സിസ്റ്ററിൻ്റെ പുത്രനാണ്. പിന്നെ എല്ലാവരും കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്കിൾമാരും ആൻറ്റിമാരും എല്ലാവരും ഇരുന്നു. ആൻറ്റിമാരൊക്കെ ഇരുന്ന് കുശലം പറിച്ച് തുടങ്ങി. കൂടെ എൻ്റെ അമ്മയുണ്ട്. ഞങ്ങളുടെ അടുത്ത ടാസ്ക്കാണ് ഫ്രൂട്ട്സ് കട്ട്. പിന്നെ അളിയനൊക്കെ മഴേൻ്റെ വീരസാഹസിക കഥകളൊക്കെ തള്ളാൻ തുടങ്ങിയപ്പോൾ നമ്മൾ നേരെ മേലോട്ട് പോയി മേക്കപ്പ് പിടിപ്പിച്ച് കഴിഞ്ഞെങ്കിൽ മണപ്പെട്ടി ഔട്ട്ഫിറ്റ് ചെക്ക്. നമ്മൾ രണ്ടുപേരും ഔട്ട്ഫിറ്റ് കാണുന്നുണ്ട്. ഇവള് ഭയങ്കര കളർഫുള്ളാണ്, ഞാൻ ഭയങ്കര സിമ്പിളായിട്ട്. പിന്നെ പെട്ടെന്ന് തന്നെ കറണ്ട് വന്നപ്പോൾ നമ്മളെ ഔട്ട്ഫിറ്റ് വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് താഴെ എത്തിയപ്പോഴത്തേക്ക് അവരെത്തി. പിന്നെ നമ്മൾ ചായ സൽക്കാരം നടത്തി. പിന്നെ ഇതവളുടെ അച്ഛനും ആൻറ്റിമാരും ഒക്കെയാണ്. ഇതവളുടെ അച്ചാച്ചനാണ്. ഇതെൻ്റെ അച്ചാച്ചനാണ്, അമ്മയുടെ അച്ഛനാണ്. ഞങ്ങൾക്ക് അച്ചാച്ചൻ എന്നാണ് പറയുക, ശരിക്കും ഒരു അമ്മച്ചൻ എന്നാണ് പറയുക. എൻ്റെ അമ്മാമ്മയാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ ബന്ധുക്കളാണ്. കസിൻസും കസിൻ സിസ്റ്റേഴ്സും കസിൻ ബ്രദേഴ്സും യൂട്യൂബിലേക്കാന്ന് പറഞ്ഞപ്പോൾ അവൻ മുഖം മറച്ചു. അവൻ സ്ഥിരം വരുന്ന എന്തിനാണാവോ പ്രഹസനം. പിന്നെ ഇത് അവളുടെ അമ്മയാണ്, എൻ്റെ അമ്മയാണ് എൻ്റെ ഗായ്സ്. പിന്നെ നമ്മൾ ബിരിയാണി ദമ്മ് ഒട്ടിച്ചു. ബിരിയാണി ഉണ്ടാൻ വേണ്ടി വന്നിക്കല്ലേ. സദ്യയാണ് എല്ലാം ക്ലീൻ ചെയ്തത്. അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷൻ്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എൻ്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണ്. പിന്നെ അവിടുന്ന് നേരെ മെയിൻ കലാപരിപാടിയായിട്ടുള്ള ഫുഡ് അടിയിലേക്ക് കിടന്നു. പഞ്ചാരൻ്റെയും കൊഴുപ്പിൻ്റെയും ഒന്നും അസുഖമില്ലാത്തവർ നേരെ ഇരുന്ന് ബിരിയാണി അടിച്ച് കയറ്റി, എല്ലാത്തവരും ഇരുന്നിട്ട് സദ്യ കഴിച്ചു. രണ്ടും ബെസ്റ്റാണെന്നാണ് പറയുന്നത്. പിന്നെന്താ, ഫോട്ടോ വീഡിയോ ക്യാമായിട്ട് നേരെ ചെന്നപ്പോൾ എല്ലാവരും പ്രോസസ്സ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു. ഇത് അവളുടെ കസിൻ ബ്രദറാണ് സജിത്ത്. പിന്നെ നമ്മളെ രണ്ടുപേരും അവരെ കൂടെ കമ്പനിക്ക് ഇരുന്നു. അച്ചാച്ചന് ബൈ ബൈ പറഞ്ഞ ശേഷം വാനിൽ വന്നവർക്കും ടാറ്റ ഗുഡ് ബൈ പറഞ്ഞ അവള് യാത്ര അയച്ചു. പിന്നീട് അവിടുന്ന് കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ നമ്മൾ അയൽവാസികൾക്കും കുടുംബക്കാർക്കൊക്കെ പകർത്തു കൊടുത്തൊരു 14 ഐറ്റംസോളം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ കുഞ്ഞാപ്പി ഇരുന്ന് തലയാട്ടുന്നത്. ഇതെന്റെ കസിൻ സിസ്റ്ററിന്റെ കുട്ടിയാണ്. അവനിരുന്ന് മറ്റേ പച്ച പരിഷ്കാരി ആ പാട്ടിന് ഡാൻസ് കളിക്കുക. പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞ് ടയേർഡായി നേരെ ബെഡിലോട്ട്.